നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് ഭരണം നഷ്ടപ്പെടാൻ ഇടയാക്കിയ കാരണങ്ങൾ തേടിയുള്ള CPM-ന്റെ 47 പേജുള്ള തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിന്റെ അതീവ രഹസ്യങ്ങൾ ഇപ്പോൾ പുറത്തായിരിക്കുകയാണ്. ആ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കനത്ത പ്രഹരമേറ്റ തെരഞ്ഞെടുപ്പ് തോൽവിക്ക് ശേഷവും പാർട്ടിയുടെ ഉന്നത നേതൃത്വത്തിന് പൂർണ്ണ സംരക്ഷണം നൽകുന്ന ഒരു വെള്ളപൂശൽ ശൈലിയാണ് ആത്മപരിശോധനാ രേഖയിലുടനീളം കഴിയുന്നത്. ഇതിൽ ഗോവിന്ദൻ മാസ്റ്ററും അതോടൊപ്പം തന്നെ അതായത് MV ഗോവിന്ദനും പിണറായി വിജയനും തെറ്റുകാരനല്ല എന്നാണ് റിപ്പോർട്ടിന്റെ ചുരുക്കം. മറ്റ് പല നേതാക്കന്മാരാണ് ഈ തോൽവിക്ക് കാരണമെന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനെയോ പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദനെയോ വ്യക്തിപരമായി ഒരിടത്തും കുറ്റപ്പെടുത്തിയിട്ടില്ല. സംഭവിച്ച വീഴ്ചകളെല്ലാം നേതൃത്വത്തിന്റെ കൂട്ടായ തീരുമാനങ്ങളിൽ വന്ന കുറവുകൾ മാത്രമായാണ് റിപ്പോർട്ട് വിലയിരുത്തുന്നത്. എന്നാൽ പാർട്ടിയുടെ അടിവേരടക്കിയ ചില നിർണായക സത്യങ്ങൾ തുറന്നു സമ്മതിക്കാൻ CPM നിർബന്ധരായിട്ടുണ്ട്. കണ്ണൂരിലെ സ്ഥാനാർത്ഥി നിർണയം മുതൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പത്മകുമാറും SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ കാര്യങ്ങൾ റിപ്പോർട്ടിൽ അടിവരയിട്ട് പറയുന്നുണ്ട്. മുൻ തെരഞ്ഞെടുപ്പുകളിലേതുപോലെ ഇത്തവണയും അയ്യപ്പ കോപം തന്നെയാണ് പാർട്ടിയുടെ ഭരണം തർപ്പിച്ചത് എന്ന പരോക്ഷമായ സമ്മതവും 47 പേജുള്ള ഈ രേഖയിലുണ്ട്. അതായത് അയ്യപ്പനെ തൊട്ട് കളിച്ചാൽ അയ്യപ്പൻ തിരിച്ച് പണി തരും എന്ന് CPM-ന് ബോധ്യമായി. കണ്ണൂർ ജില്ലയിലെ പാർട്ടി കോട്ടകളായ പയ്യന്നൂരിലും തളിപ്പറമ്പിലും സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ കടുത്ത വീഴ്ച പാർട്ടിക്കകത്ത് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന വിഭാഗീയത പരസ്യമായി പുറത്തു കൊണ്ടുവരാൻ കാരണമായെന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. ഇത് പാർട്ടിയുടെ വോട്ടിംഗ് ശതമാനത്തിൽ വലിയ ഇടിവുണ്ടാക്കിയെന്ന് കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെ റിവ്യൂ റിപ്പോർട്ടിൽ സമ്മതിച്ചിട്ടുണ്ട്. എന്നാൽ ഈ പേരുകൾക്ക് പച്ചക്കൊടി കാട്ടിയ സംസ്ഥാന കമ്മിറ്റിക്കും സെക്രട്ടേറിയറ്റിനും ഇതിൽ കൂട്ടായ വീഴ്ച ഉണ്ടായി എന്നാണ് വിലയിരുത്തൽ. ആലപ്പുഴയിലെ പാർട്ടി വിട്ട് UDF ബാനറിൽ G സുധാകരൻ മത്സരിക്കാനിറങ്ങിയത് കടുത്ത തിരിച്ചടി ഉണ്ടാക്കിയെന്നും ഇത് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ പാർട്ടിക്കെതിരായ വലിയ ആയുധമായി മാറിയെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തിരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ടിലെ 7.6 ഖണ്ഡികയിലാണ് ആഗോള അയ്യപ്പ സംഗമവും ഉയർന്നു വന്ന പ്രശ്നങ്ങളും എന്ന പേരിൽ പാർട്ടി നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടി വിശദീകരിക്കുന്നത്. ശബരിമല വികസനത്തിന് LDF സർക്കാർ തയ്യാറാക്കിയ മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യാനെന്ന പേരിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ നേതൃത്വത്തിൽ നടത്തിയ അയ്യപ്പ സംഗമം പാർട്ടിയുടെ പതനത്തിന് ആക്കം കൂട്ടി. ഇതൊരു സർക്കാർ പരിപാടി അല്ലായിരുന്നിട്ടും UDF-ഉം BJP-യും രാഷ്ട്രീയ ലക്ഷ്യത്തോടെ വിവാദമാക്കിയെന്നും വലതുപക്ഷ മാധ്യമങ്ങൾ അത് കൊഴുപ്പിച്ചു എന്നാണ് CPM-ന്റെ നിലപാട്. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും അന്നത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായിരുന്ന പത്മകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് പാർട്ടി നടപടി അതൊരു അടിയന്തരമായി നടപടി സ്വീകരിക്കാത്തതും പാർട്ടിക്ക് വലിയ വീഴ്ചയുണ്ടായി. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ നടത്തിയ മുസ്ലിം വിരുദ്ധ പ്രസ്താവനയും പാർട്ടിയെ ചതിക്കുന്നതായിരുന്നു എന്ന തിരിച്ചറിവ് ഇപ്പോൾ പാർട്ടിക്കുണ്ടായി. പ്രസ്താവനയ്ക്കെതിരെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അന്ന് പ്രതികരിച്ചെങ്കിലും കൂടുതൽ ശക്തമായ മറുപടി നൽകാതിരുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിൽ വലിയ തെറ്റായ ഒരു വ്യാഖ്യാനത്തിനിടയാക്കി. ഇത് വോട്ട് ചോർച്ചയ്ക്ക് ആക്കം കൂട്ടി. ചുരുക്കത്തിൽ തോൽവിയുടെ സകല ഉത്തരവാദിത്തങ്ങളും പ്രാദേശിക ഘടകങ്ങളുടെ മേലും ദേവസ്വം ബോർഡിന്റെയും വലതുപക്ഷ മാധ്യമങ്ങളുടെയും തലയിൽ കെട്ടിവെച്ച് പിണറായി വിജയനും MV ഗോവിന്ദനും വൃത്തിക്ക് കൈ കഴുകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ ഉന്നത നേതൃത്വവും അവർക്ക് രണ്ടുപേർക്കും ക്ലീൻ ചീറ്റ് നൽകുന്നതാണ് പുറത്തുവന്ന CPM-ന്റെ പുതിയ തെരഞ്ഞെടുപ്പ് അവലോകന റിപ്പോർട്ട്.